Hi everyone, welcome back to Chemistry Tips. സാനിറ്ററി കെമിസ്ട്രി എക്സാം, മൈക്രോബയോളജിസ്റ്റ് എക്സാം, അതിനൊക്കെ നമുക്ക് മൈക്രോബയോളജിയെക്കുറിച്ച് അറിയണം. ബേസിക്സ് നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം. എല്ലാ ആഴ്ചയിലും ഇതുമായി റിലേറ്റ് ചെയ്ത വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി? ഓപ്ഷൻസ്: റോബർട്ട് കോച്ച്, ലൂയിസ് പാസ്റ്റർ, ആൻറ്റൺ വോൺ ലിയോൺഹുക്ക്, പോൾ എൻറിച്ച്. ആക്ച്വലി ഈസി ക്വസ്റ്റ്യൻ ആണ്, ബേസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ ചെറിയൊരു കൺഫ്യൂഷനും കൂടി വരുന്ന ക്വസ്റ്റ്യനാണിത്. കാരണം പല റെഫറൻസിലും രണ്ട് രീതിയിലായിട്ട് ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ലൂയിസ് പാസ്റ്റർ ആണ് നമ്മൾ ഫാദർ ഓഫ് മൈക്രോബയോളജി ആയിട്ട് പറയുന്നത്, എന്നാൽ ചിലയിടങ്ങളിൽ ആൻറ്റൺ വോൺ ലിയോൺഹുക്ക് പറയുന്നു. നമ്മുടെ ഏറ്റവും നല്ല റെഫറൻസ് ആയിട്ടുള്ള പ്രസ്കോട്ടിൽ പോലും ആൻറ്റൺ വോൺ ലിയോൺഹുക്കിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ PSCയുടെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ലൂയിസ് പാസ്റ്റർ എന്ന ആൻസറാണ് ശരിയായി കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ലൂയിസ് പാസ്റ്ററിനെയാണ് ആൻസറായിട്ട് പറയുന്നത്. അനന്തനാരായണൻ്റെ ടെക്സ്റ്റിലും ലൂയിസ് പാസ്റ്ററാണ് ആൻസർ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്, നമ്മുടെ കീ മിസ്റ്റേക്ക് വരുവാണെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് റെഫറൻസും റെഡിയാക്കി വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ലൂയിസ് പാസ്റ്ററാണ് ഫാദർ ഓഫ് മൈക്രോബയോളജി ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. കൂടുതലായിട്ട് ആൻറ്റൺ വോൺ ലിയോൺഹുക്കൊക്കെ കണ്ടേക്കാം റെഫറൻസിൽ, പക്ഷേ PSCയുടെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസറായി കൊടുത്തിരിക്കുന്നത് ലൂയിസ് പാസ്റ്റർ ആയതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ആൻസർ ഏതാണ്? ലൂയിസ് പാസ്റ്റർ ഈസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. മൈക്രോബയോളജിയുടെ പിതാവ് ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒരുപാടുണ്ട്. ഒത്തിരി കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ജേം തിയറിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ മോഡേൺ മൈക്രോബയോളജിയെ കുറിച്ച് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫൗണ്ടർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്ന് കൂടി അദ്ദേഹത്തെ പറയും. അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ, പാസ്ചറൈസേഷൻ, വാക്സിൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഈ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹീ ഈസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. അദ്ദേഹവുമായി റിലേറ്റ് ചെയ്തത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് നോക്കാം. വാട്ട് ഡിഡ് ലൂയിസ് പാസ്റ്റർ ഡെവലപ്പ് ടു എലിമിനേറ്റ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസം ഫ്രം ലിക്വിഡ്സ് ലൈക്ക് മിൽക്ക് ആൻഡ് വൈൻ? മിൽക്ക്, വൈൻ അതുപോലെയുള്ള ലിക്വിഡ്സിലൊക്കെ ഈ ഹാംഫുൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ലൂയിസ് പാസ്റ്റർ കൊണ്ടുവന്ന മെത്തേഡ് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ്: വാക്സിനേഷൻ, സ്റ്റെറിലൈസേഷൻ, പാസ്ചറൈസേഷൻ, അസെപ്റ്റിക് ടെക്നിക്ക്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. പാസ്ചറൈസേഷൻ, ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. മിൽക്കിലും വൈനിലൊക്കെ മൈക്രോ ഓർഗാനിസത്തിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പാസ്റ്റർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. Our next question: who is often referred to as the father of microscopy? ഓപ്ഷൻസ്: റോബർട്ട് ഹൂക്ക്, ആൻറ്റൺ വോൺ ലിയോൺഹുക്ക്, ലൂയിസ് പാസ്റ്റർ, ഗ്രിഗർ മെൻഡൽ. ഇവിടെ കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ആൻറ്റൺ വോൺ ലിയോൺഹുക്ക് ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി എന്നറിയപ്പെടുന്നത്. ഡച്ച് സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. ഈ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പിലാണ് കേട്ടോ. സിംഗിൾ ഹാൻഡഡ് മൈക്രോസ്കോപ്പാണ് അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഹാൻഡഡ് മൈക്രോസ്കോപ്പ്. ബാക്ടീരിയനെ ഡിസ്കവർ ചെയ്തിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ആൻറ്റൺ വോൺ ലിയോൺഹുക്ക്. ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വാട്ട് ഡിഡ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഡിസ്കവർ ഇൻ 1928 ദാറ്റ് റെവല്യൂഷനൈസ്ഡ് മെഡിസിൻ? ഓപ്ഷൻസ്: ദ പോളിയോ വാക്സിൻ, ദ സ്ട്രക്ചർ ഓഫ് DNA, പെൻസിലിൻ, ദ സ്മോൾ പോക്സ് വാക്സിൻ. ഇവിടെ കറക്റ്റ് ആൻസർ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പെൻസിലിനാണ് ആൻസർ വന്നിരിക്കുന്നത്. ഈ പെൻസിലിൻ എന്താണ്? ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ആൻസർ ഞാൻ പറയില്ല, ഇതിൻ്റെ ആൻസർ നിങ്ങൾ വേണം പറയാൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 24 മണിക്കൂർ ടൈമുണ്ട്. അതിനുള്ളിലായി നിങ്ങൾ കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്യാം. ഇനിയും ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ എല്ലാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതായിരിക്കും. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അയച്ച ആൻസേഴ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ വീഡിയോസിലെ ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും 2 പേർക്ക് കെമിസ്ട്രി ടിപ്സ് എഡ്യൂക്കേഷൻ്റെ വക നല്ലൊരു ഗിഫ്റ്റ് മൈക്രോബയോളജിസ്റ്റ് എക്സാം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ഞാൻ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അവരെ വിജയികളെ നമ്മൾ യൂട്യൂബിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങിക്കോളൂ കേട്ടോ. ഓർക്കുക, 24 മണിക്കൂറിനുള്ളിൽ ആൻസർ അയച്ചവരിൽ നിന്നും മാത്രമേ സെലക്ഷൻ നടത്തുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയും നമ്മൾ കൺസിഡർ ചെയ്യും. മൈക്രോബയോളജിസ്റ്റിൻ്റെ മാത്രം വീഡിയോസാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സാം കഴിയുന്ന പാട് നമ്മൾ അതിൻ്റെ ഗിഫ്റ്റും നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് വിച്ച് സയൻറ്റിസ്റ്റ് ഫോർമുലേറ്റഡ് കോച്ച്സ് പോസ്റ്റുലേറ്റ്സ്, എ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ദ കോസേറ്റീവ് ഏജൻറ്റ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്? ഓപ്ഷൻസ്: ജോസഫ് ലിസ്റ്റർ, ഓപ്ഷൻ B അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഓപ്ഷൻ C റോബർട്ട് കോച്ച്, ഓപ്ഷൻ D പോൾ എൻറിച്ച്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ അയയ്ക്കുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സാനിറ്ററി കെമിസ്ട്രിന് തയ്യാറെടുക്കുന്നവർക്കും ഇതിൽ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീക്കിൽ പുതിയ വീഡിയോ ആയിട്ട് വരും. എന്തായാലും പഠിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് എനർജിയോട് കൂടി തന്നെ പഠിക്കാം. ഓക്കെ, ബൈ.